ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്മസൊക്കെ ആഘോഷിച്ച് അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിരിക്കുമായിരിക്കും. അപ്പോൾ ഞാനിന്നൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഹിന്ദുക്കളൊക്കെ ധനുമാസത്തിൽ തിരുവാതിര ആഘോഷിക്കും. അപ്പം നമ്മളൊരു പുഴുക്കുണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ഏകാദശിയിൽ ഒരു പുഴുക്കുണ്ടാക്കാറുണ്ട്. അപ്പം നേരത്തെ പുഴുക്കിൻ്റെ ഒരു വീഡിയോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഇട്ടായിരുന്നു. അപ്പം ഞാനന്ന് പറഞ്ഞായിരുന്നു ഞാൻ കുറച്ചും കൂടെയൊക്കെ സാധനങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇടാമെന്ന്. അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ധനുമാസത്തിൽ എൻ്റെ ഓർമ്മയിൽ സ്ത്രീകളൊക്കെ കുളിച്ച് ശുദ്ധമായി ഉറക്കമൊക്കെ ഇളച്ച് ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ പോയി, പിന്നെ ഇല്ലങ്ങളിലൊക്കെ ഒത്തുകൂടി തിരുവാതിരയൊക്കെ കളിച്ച് എട്ടങ്ങാടിയൊക്കെ നേദിച്ച് ദശപുഷ്പമൊക്കെ ചൂടി ഉറക്കമുളച്ചിരുന്ന് രാവിലെ കുളത്തിൽ നീരാടി കുളിച്ച് രാവിലെ എല്ലാവരും കൂടെ കൂടി സ്വന്തം വീട്ടിലേക്ക് പോയി കുളിച്ച് അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അതായത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആരോഗ്യത്തിനും കല്യാണം കഴിക്കാൻ പോകുന്ന ഹസ്ബൻഡിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നമ്മുടെ വൻപയർ തലേദിവസം രാത്രിയിൽ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നന്നായിട്ടത് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രഷർ കുക്കർ ഇട്ടാൽ പെട്ടെന്ന് വേഗം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറന്നെങ്ങാനും പോയാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വെച്ചാൽ തന്നെ അത് നല്ല സോഫ്റ്റ് ആവും, കുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. 3-4 പാത്രത്തിൽ പല പല സമയത്തായിട്ട് വേവിക്കുന്നില്ല, കാരണം ആ പാത്രമെല്ലാം നമ്മൾ തന്നെ കഴുകണ്ട. അപ്പോൾ അതെനിക്ക് പറ്റില്ല. അപ്പം ഇതിനകത്തോട് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്ന സാധനം എന്നാന്ന് പറഞ്ഞാൽ കപ്പയാണ്. അതായത് ഉണക്ക കപ്പ. ഇതൊരു പാക്കറ്റിൽ ഞാൻ മേടിച്ചാണ്, കുറച്ച് നാളായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ കപ്പ ഈ പൂത്തൊന്നും പോകാതെ നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുന്നതാണല്ലോ ഈ ഉണക്ക കപ്പ. അതങ്ങനെ കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നത്. നിങ്ങളിൽ പച്ചക്കപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഉണക്കക്കപ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉണക്കക്കപ്പ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെക്കും. അപ്പോൾ ഒരു കുറച്ച് സോഫ്റ്റ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇടുന്നതാണ് നമ്മുടെ കൂർക്കയാണെങ്കിൽ ഇത് മലയാളിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എനിക്ക് നേരെ നമ്മുടെ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. കാരണം ഇനി കൂർക്ക നന്നാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ്. പണ്ട് നമ്മൾ കൂർക്ക നന്നാക്കുന്നത്, കൂർക്ക മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചാക്കിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്മി പിന്നെ അടിച്ചടിച്ച് കഴിയുമ്പോഴത്തേനും തൊലി പോകും. എന്നിട്ട് ബാക്കി ഒന്ന് കഴുകി എടുത്തിട്ട് ബാക്കിയെല്ലാം കൂടെ തൊലി കളഞ്ഞൊക്കെ എടുക്കുന്നത്, അങ്ങനെ ഒരു വലിയ ചടങ്ങാണ്. എന്നിട്ട് കയ്യിലൊക്കെ നിറച്ച് സ്റ്റെയിനൊക്കെ ആകുമായിരുന്നു. അപ്പോൾ പണ്ട് കൂർക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നന്നാക്കി എടുക്കുന്ന ഒരു ഇച്ചിരി പാടുള്ള പണി തന്നെയായിരുന്നു. അപ്പം കൂർക്ക ഞാൻ നമ്മുടെ കുക്കറിൻ്റെ അകത്തേക്ക് ഇടുവാണ്. അപ്പം ചിലരെങ്കിലും പറയും പലതിനും പല വേവാണെന്ന്, പക്ഷേ ഇതെല്ലാം കറക്റ്റായിട്ട് ഒരുമിച്ച് അങ്ങ് വെന്ത് വന്നു കുക്കറിൽ തന്നെ ഇട്ടപ്പം. അപ്പം എളുപ്പപ്പണിയാണ് നമുക്ക് ഇഷ്ടം, പക്ഷേ നമുക്ക് കുക്ക് ചെയ്യുകയും വേണം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കൂർക്ക അതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഏകദേശം ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് കൂർക്ക ഇടാം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. അപ്പം പിന്നെ അടുത്ത സാധനം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നാന്ന് പറഞ്ഞാൽ വിഷു ഓണമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് നല്ല ഫ്രഷ് പച്ചക്കറികൾ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു വലിയ, ഇപ്പോൾ ഒരു മത്തങ്ങയാണേലും ചേനയാണേലും വാഴയ്ക്കൊക്കെ ആണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ഫ്രീസറിൽ വെക്കും. അപ്പം നമുക്ക് അവിയലും സാമ്പാറോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എടുക്കാം. നമുക്ക് ഏതുനേരം കടയിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുത്ത് വെച്ചതാണ് ഇത് നമ്മുടെ കുറച്ച് പച്ച വാഴയ്ക്ക അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ ആ വാഴയ്ക്ക നമ്മുടെ കുക്കറിനകത്തേക്ക് ഇടുവാണ്. അപ്പം അത് നമുക്ക് എന്താ പറയുക, എരിശ്ശേരി ഉണ്ടാക്കാനായിട്ടാണേലും അവിയലുണ്ടാക്കാനാണേലും സാമ്പാർ നമ്മൾ ഇടിയല്ലോ. അപ്പം വേറെ എന്ത് ഉണ്ടാക്കണമെങ്കിലും പോലും ചിക്കനും വാഴയ്ക്കയും കൂടെ വെക്കണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ എടുത്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ മധുരക്കിഴങ്ങ്. അതപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ മധുരക്കിഴങ്ങെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓർത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കാമല്ലോ. ഇത് നമ്മുടെ എന്താ പറയുക, ചേമ്പാണ്. അതിവിടുത്തെ മലയാളിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ചേമ്പിൻ്റെ തൊലി കളയാൻ ഒരു ഇച്ചിരി പാടാണ്. അപ്പം ഞാൻ ഈ ചേമ്പും മധുരക്കിഴങ്ങിൻ്റെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാം. പിന്നെ ഇതാണ് നമ്മുടെ ചേനയും ഞാനിങ്ങനെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ചേനയും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ചേനയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ചേന കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ ചേന, മത്തങ്ങ, കുമ്പളങ്ങയ്ക്കൊക്കെ ഭയങ്കര പൈസയാണ്. 5, 6, 8 പൗണ്ടൊക്കെയാണ് കിലോയ്ക്ക് വില. അപ്പം അതും ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ടു.
കൊച്ചു കഴിച്ചോളൂ ഈ സാധനം. അപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മധുരക്കിഴങ്ങും ചേമ്പും കൂടെ നമ്മുടെ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പം എനിക്ക് കൈ ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടായില്ല, ചേനയും ചേമ്പൊന്നും ഇട്ടപ്പം. അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടുക കേട്ടോ. ടപ്പിയൊക്കെ നല്ല അപ്പം നല്ല സോഫ്റ്റായേ, അപ്പം ഒഴിക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം കൂടെ അങ്ങോട്ടിടാം. ഇനി വെള്ളം ഒഴിക്കാം. ഓക്കെ, ഞാൻ വെള്ളം അതിൻ്റെ എല്ലാ വെജിറ്റബിൾസിൻ്റെ മുകളിൽ കിടക്കുന്ന രീതിയിലാണ്, വെള്ളം നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചത്. അപ്പം ഞാൻ ആ ബോളിൽ ഒരു 2 ബോള് വെള്ളം ഒഴിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടും. ഉപ്പിട്ട് വേവിച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പിടാതെ വേവിച്ചാൽ പിന്നെ ആ ഉപ്പ് കൂടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടതിന് ശേഷം വേവിച്ചിട്ടും ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് വേവിക്കുന്നത്. കുറച്ച് ഉപ്പിടും, പിന്നെ അവസാനം പിന്നെ ആവശ്യമുള്ളത് ഇടും. അപ്പം ഞാൻ കുക്കർ അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് ഞാൻ ആ വിസിലിടുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പച്ചക്കറിയിലേക്ക് ഉപ്പൊന്നും പിടിക്കണമല്ലോ. അപ്പം ഞാനൊരു തടി കൊണ്ടുള്ള സ്പൂൺ കൊണ്ടാണ് ഇളക്കിയത്. തടി കൊണ്ട് സ്പൂണാകുമ്പോൾ പുഴുക്ക് ഇളക്കാൻ ഇച്ചിരി എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ആയി ഇളക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഒരു ലെവൽ എനിക്ക് ഓക്കെ ആയിരുന്നു ഇളക്കാനായിട്ട്. നമ്മൾ വിസിൽ വെക്കാതെയാണ് ഞാൻ കുക്കർ അടയ്ക്കുന്നത്. എന്നിട്ട് സ്റ്റീം വന്നു കഴിയുമ്പോൾ മാത്രമേ ആ പ്രഷറിൻ്റെ വാൽവിടത്തുള്ളൂ കേട്ടോ. അന്നേരത്തിനും അത് കറക്റ്റായിട്ട് പോകും. അപ്പം ഞാനിനി കുറച്ച് തേങ്ങ അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങൾ തേങ്ങ അവിടെ ടെസ്കോയിൽ നിന്നൊക്കെ നമുക്ക് 50 പെൻസിനും അല്ലെങ്കിൽ എന്താ പറയുക 1 പൗണ്ടിനൊക്കെ കിട്ടുമ്പം നമ്മൾ നല്ല തേങ്ങ ഫ്രഷായിട്ട് വരുന്നത് തേങ്ങ കുറേ മേടിച്ചിട്ട് നമ്മൾ ചിരകി നമ്മൾ ഫ്രീസറിൽ കയറ്റി വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുക്കും. കാരണം ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ പാക്കറ്റ് കിട്ടുന്നത് 500 ഗ്രാമിനൊക്കെ 4 പൗണ്ട് 5 പൗണ്ടൊക്കെയാണ് വില. അപ്പം നമ്മൾ ഒരു 5-6 തേങ്ങ 50 പെൻസ് അല്ലെങ്കിൽ 1 പൗണ്ടിന് മേടിച്ചിട്ട് ചിരകിയാൽ തന്നെ അതിൽ കൂടുതലുണ്ട്. അങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ജീരകം ഇട്ടു. ജീരകം കാരണം നമുക്ക് ഒത്തിരി എന്താ പറയുക ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ആണല്ലോ, അപ്പം ജീരകം ഇടുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് കരിയാപ്പില ഇട്ടു. പിന്നെ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ഫുള്ള് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു പേരിന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. കാരണം ഭയങ്കര എരിവാണ് ഞങ്ങളുടെ മുളക് പൊടിക്ക്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അധികം മുളക് പൊടി ഇട്ടാൽ പറ്റിയല്ല. അപ്പോൾ അത് കാരണം പിന്നെ ഒരു 2 പച്ചമുളക് കൂടെ ഇട്ടു. പിന്നെ കുറച്ച് ചൂടുവെള്ളം, കാരണം ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തേങ്ങ അരയാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നാട്ടിൽ ആണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒത്തിരി സോഫ്റ്റായിട്ടൊന്നും അരയണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചാൽ മതിയേ. അപ്പം നമ്മുടെ കുക്കർ അതിൽ 2 വിസിലൊക്കെ അടിച്ചു. എന്നിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി. അപ്പം ഞാനത് തുറന്ന് നോക്കി. ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇളക്കി നോക്കാം. എന്നിട്ട് ഏറ്റവും വേവുള്ളതാണല്ലോ ഈ ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്. അങ്ങനെ ഉരുളക്കിഴങ്ങല്ല, നമ്മുടെ സ്വീറ്റ് പൊറ്റാറ്റോ ഒക്കെ. അപ്പം അതൊക്കെ എന്തോളം വെന്തെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വെന്തോ നോക്കാം. നമുക്കിതൊന്ന് എനിക്ക് കുഴഞ്ഞ് പരുവത്തിലാണ് കിട്ടുന്നുണ്ടോ. അപ്പം നിങ്ങൾക്കൊരു ഇച്ചിരി വെള്ളം കൂടുതലുള്ള പോലെ തോന്നുന്നു. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്കത് വെള്ളം മൊത്തം വറ്റിച്ചെടുക്കാം. പക്ഷേ ഞാനിതെല്ലാം ചേർത്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ആയിട്ട് കുറുകിയായിരുന്നു. അപ്പോൾ ഒത്തിരി ഭയങ്കര ഡ്രൈ ഔട്ടായ ഭയങ്കര പാടാണ് കഴിക്കാൻ. അപ്പം എനിക്ക് നല്ല ഈ ഒരു ലെവലിലാണ് എനിക്കിഷ്ടം. പിന്നെ ഇതിനോടത്ത് ഒരു കറിയും വേണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പം ഞാനിത് അരച്ച് വെച്ചിരുന്ന തേങ്ങ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇവിടെ ഭയങ്കരമായിട്ടും വെളിച്ചെണ്ണ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കുറേ നേരം മുരുക്കി എടുത്തുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇവിടെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും അത് പിന്നെയും കട്ട് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ സ്ക്യൂസ് ചെയ്താണ് കുറച്ച് വെളിച്ചെണ്ണ പുറത്തേക്ക് ഒഴിക്കുന്നത്. അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം പച്ച വെളിച്ചെണ്ണ പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് കരിയാപ്പിലയും കൂടി ഒന്ന് തിരുമ്മി ഒന്ന് ഇടുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ്. അപ്പം നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഴുക്ക് കഴിക്കാം. അപ്പം നിങ്ങൾക്കിത് വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. നമുക്കിപ്പോൾ തിരുവാതിരയുടെ ദിവസം തന്നെ ഉണ്ടാക്കണമെന്നില്ല. ഞാൻ തിരുവാതിരയുടെ ദിവസമല്ല ഉണ്ടാക്കിയത്. അപ്പം ഞാനിത് നേരത്തെ ഉണ്ടാക്കിയതാണ്. കാരണം തിരുവാതിരയുടെ അന്ന് എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഡയറ്റിൻ്റെ പാർട്ടായിട്ട് ഈ മധുരക്കിഴങ്ങും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാനോർത്ത് എല്ലാ പച്ചക്കറികളും കൂടെ കൂട്ടി ഞാനങ്ങോട്ട് ഒരു കറിയോ അല്ലെങ്കിൽ ഒരു പുഴുക്കോ ഒക്കെ ആയിട്ട് ഞാനങ്ങോട്ട് കഴിച്ചു. കാരണം നമുക്ക് പല സാധനങ്ങളും റെസ്ട്രിക്ഷനാണ്. റെസ്ട്രിക്ഷൻ അല്ല, ഞാൻ കഴിക്കുന്നില്ല. അപ്പം ഇതൊരു ടേസ്റ്റി ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു.
തവി വേണം, തവി കോരിയെടുക്കാൻ. അപ്പം ഞങ്ങൾ വിശന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ കോരിയെടുത്ത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും പിന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ബൈ ബൈ.